നല്ല ചൂട് കാലാവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ചൂട് കാലത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഒരു കൂൾഫി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വന്നത്. അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു അല്പം കുറച്ച് ബാദാം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇത്ര ഒരു 2 ടേബിൾ സ്പൂൺ ബാദാം ചേർക്കുന്നുണ്ട്. അല്പം അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കൂടി ചേർക്കുന്നു. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കാം കേട്ടോ. ഇത് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എടുത്തിരിക്കുന്നത്. വാനില വേണമെങ്കിലും എടുക്കാം, ഏത് ഫ്ലേവറിലുള്ളത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. നമുക്കിനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൗഡർ ആക്കിയിട്ട് വരാം. ഇത് നല്ലമാതിരി പൊടിച്ചെടുത്തു. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിതൊരു മീഡിയം ലെവലിൽ എടുത്തിരിക്കുന്നത്. മീഡിയം ടേസ്റ്റ് ആയിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര കൂടി ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് പൊടിക്കുക കേട്ടോ. പൊടിച്ചെടുത്ത പൗഡർ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പൗഡർ നമുക്ക് മൊത്തം യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ബാക്കി വരുന്നത് അധികം വരുന്നത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1 ലിറ്ററിൽ ഞാനൊരു 1 കപ്പ് പാല് മാറ്റിയെടുക്കുകയാണ്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വീതിയുള്ള ഒരു പാൻ എടുക്കുക കേട്ടോ. ഇച്ചിരി നല്ല പരന്ന ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ബാക്കി പാൽ ഒഴിച്ച് ഇത് തിളപ്പിക്കാം. ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി അളവിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അത് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ മാറ്റി വെച്ച 1 കപ്പ് പാല് ചേർക്കണം കേട്ടോ. അത് ഒഴിക്കണം. അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച പൗഡർ ഉണ്ടല്ലോ, ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കണം കേട്ടോ. നല്ലതുമാതിരി മിക്സ് ചെയ്യാം. പാല് നല്ലമാതിരി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി അളവിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. ഇത് അല്പം നേരമായി വെച്ചിട്ട് ഞാനിത് തിളപ്പിക്കാനേ. ഇത് നല്ലമാതിരി ഒന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. പാല് പകുതി അളവിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പൊടിയുണ്ട്, പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയൊന്ന് ആ മിക്സറൊന്ന് ചേർക്കാം. ആ മിക്സറൊന്ന് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ല മാതിരി ഇളക്കുക, കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് അല്പം നല്ല തിക്കാവട്ടെ. അല്പം കൂടി തിക്കാവുന്നത് വരെ ഒന്ന് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലതുമാതിരി തിക്കായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇതുമാതിരി ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനല്പം കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം, ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാമേ. ഇനി ഇത് നല്ലമാതിരി തണുക്കാൻ വയ്ക്കുക. ഒരു മണിക്കൂർ 2 മണിക്കൂറൊന്ന് നല്ലമാതിരി ഒന്ന് വെച്ചേക്കാം കേട്ടോ. തണുക്കാൻ വെച്ചേക്കാം. മിക്സ്ചർ നല്ലതുമാതിരി തണുത്തിട്ടുണ്ട്, കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്, നമുക്ക്
നമുക്ക് ഇത് കുൾഫി ഉണ്ടാക്കാനുള്ള മോൾഡ് എടുക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിനകത്തുള്ള ഗ്ലാസ്സോ ഇതുമാതിരി ഞാൻ 2 മടക്ക് എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് ഈ മിക്സർ അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മോൾഡിലേക്ക് മാറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മേലിൽ കൂടെ വേണമെങ്കിൽ അല്പം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇത് ഓപ്ഷനാണ്. ഞാൻ അത് പൗഡറാക്കിയതിൽ അല്പം ബാക്കി അധികം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങോട്ട് ചേർക്കാം കേട്ടോ. നിർബന്ധമില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നല്ല മതി. ഇത് ശരിക്കും കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു നൈഫ് വെച്ചിട്ട് ചെറിയൊരു ഒരു ഹോളിടാം. അതിലേക്ക് നമുക്ക് ഒരു സ്റ്റിക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 6-7 മണിക്കൂർ ഫ്രീസറിലേക്ക് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അത് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, 6 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇത് ഇളക്കിയെടുക്കാൻ നോക്കാം. ഇത് ഇളകി വരുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിൽ അല്പം വെള്ളം വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. മോൾഡൊന്ന് ഗ്ലാസ് ഒന്ന് എന്നിട്ട് ഇതേ കണ്ടില്ലേ, ശരിക്കും ഒന്ന് ഇളകി വന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട് അല്ലേ. അതുമാതിരി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ.